മാധ്യമങ്ങൾ എങ്ങനെയാണ് മലയാളികളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ദാ ഈ പോസ്റ്റർ കാണൂ. ഇനി നോക്കൂ, പിന്നീട് വന്ന അവരുടെ തന്നെ വാർത്തയിൽ അവരെന്താണ് പറയുന്നത്? രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള തന്ത്രപ്രധാന മേഖലയായ ലോക് കല്യാൺ മാർഗിലെ 7-ാം നമ്പർ വസതി, അതായത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ 3:30-ഓടെ തുടങ്ങിയ കോൺഗ്രസ് പ്രതിഷേധം 3.5 മണിക്കൂറോളം നീണ്ട് അവസാനിക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പ്രതിഷേധത്തിന്റെ അവസാനം മാറി. നേതാക്കളെ ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്ന് മാറ്റിയത്. രാഹുൽ ഗാന്ധിക്ക് അതിനിടെ പരിക്കേറ്റു എന്ന വാർത്തകളുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് പരിക്കുണ്ടെന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ ഈ പോലീസ് വാഹനത്തിനകത്തു നിന്നുള്ള രാഹുലിന്റെ ദൃശ്യങ്ങൾ കണ്ടു. അതിൽ അങ്ങനെ പരിക്കൊന്നുമില്ല. പക്ഷേ രാഹുലിനെ വലിച്ചിഴച്ചാണ് അവിടെ നിന്ന് മാറ്റിയത്. എന്നാൽ രാത്രിയിൽ നടന്ന ചർച്ചയിൽ ആദ്യം പറഞ്ഞ അതേ അവകാശവാദം വീണ്ടും ഉയർത്തപ്പെടും. യുവജനവേട്ടയിൽ ഡൽഹിയിൽ പ്രതിഷേധമിരമ്പുകയാണ്. ലോക് കല്യാൺ മാർഗ് ഉപരോധിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള പ്രധാന നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് നടപടിയിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പരുക്കേറ്റു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും ഡൽഹി പോലീസിന്റെ കയ്യൂക്കിനിരയായി. എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത്? പ്രതിനിധി ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ആദ്യം. ബാലു, ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ചില രംഗങ്ങൾക്ക് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിരിക്കുന്ന ലോക് കല്യാൺ മാർഗ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. അഭൂതപൂർവമായ സമരമുണ്ടായി. ഒടുവിൽ ബലം പ്രയോഗിച്ച് നീക്കി. രാഹുൽ ഗാന്ധിയുടെ മുഖത്തൊരു ചവിട്ടേറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ മുറിഞ്ഞിട്ടുമുണ്ട്. ഡൽഹിയിൽ എന്ത് സംഭവിക്കുന്നു? രാഹുൽ ഗാന്ധിയെ പോലീസ് വളയുന്നു. അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് വാഹനം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. തുടർന്ന് ആ ബലപ്രയോഗത്തിൽ രാഹുൽ ഗാന്ധി തറയിൽ വീഴുന്നു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ രാഹുൽ ഗാന്ധിയെ താങ്ങി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് താങ്ങി നിർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. തുടർന്ന് രാഹുൽ തറയിൽ വീഴുന്നു. ഈ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ബൂട്ടിട്ട് ഒരു ചവിട്ട് ലഭിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. പക്ഷേ അത് നമുക്ക് ഔദ്യോഗികമായി പറയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും ചെറിയൊരു പരിക്ക് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതിനിടയിൽ ചില ഫോട്ടോഗ്രാഫർമാർ എടുത്ത ഫോട്ടോയിൽ രാഹുൽ ഗാന്ധി മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ ആദ്യം ഈ ബസ്സിലേക്ക് മാറ്റുന്നു. അവർ സർക്കാരിനോട് രാജിവെച്ചൊഴിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് പരീക്ഷ കുളം തോണ്ടിയ വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കണം എന്നുള്ളതാണ് രാജ്യത്തെ യുവാക്കൾ ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടിയിട്ടാണ് അവർ സഹന സമരം നടത്തിയത്. ആ സമരം നടത്തിയ വിദ്യാർത്ഥികളെ ഇന്നലെ അതിഭീകരമായി മർദ്ദിക്കുന്നു. ഇന്ന് ഒപ്പോസിഷൻ ലീഡറുടെ മുഖത്ത് ചവിട്ടുന്നു. ഒപ്പോസിഷൻ MP-മാരെ ഈ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിഴക്കുന്നു. ഈ ജനാധിപത്യം എങ്ങോട്ടാണ്? ഇങ്ങനെ രാജ്യം ഭരിക്കാം എന്നാണോ? ശ്രീ അഭിലാഷ് മോഹൻ, ഈ ചർച്ച ആദ്യം മുതൽ കാണുന്ന ആളുകൾക്ക് ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബാലഗോപാൽ ബി നായർ പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശ്രീ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇടയ്ക്ക് രാഹുൽ ഗാന്ധി താഴെ വീഴുന്നത് കണ്ടു, അദ്ദേഹം മുഖം മറച്ചിരിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന്റെ മുഖത്ത് പോലീസ് ചവിട്ടി എന്ന് ചില ആളുകൾ ആരോപിക്കുന്നതായി കേട്ടു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി മുഖം മറച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പിന്നീട് സംസാരിച്ചതെന്നാണ്. അടുത്ത കൂടത്തിൽ അങ്ങ് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്നതൊരു സ്ഥാപിത സത്യമായിട്ട് അങ്ങ് സംസാരിക്കും. അങ്ങയുടെ പക്ഷം പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് മുറിവുണ്ട്. അതിപ്പോ ആ ദൃശ്യം കണ്ട അറിയാലോ. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്ന് ഡൽഹിയിലുള്ള നിങ്ങളുടെ റിപ്പോർട്ടർക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അയാൾ പറഞ്ഞു എന്ന വിവരം വെച്ച് ഇവിടെ വാർത്ത അവതരിപ്പിക്കുന്ന നിങ്ങൾ ചവിട്ടിയത് നിങ്ങൾ കണ്ടതുപോലെ പറയുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര പൊടിയുന്ന ദൃശ്യങ്ങളില്ലേ? അതിപ്പോ ശങ്കുട്ടിദാസിനും കണ്ടൂടെ? ശരി. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ KSU സമരത്തിൽ ആളുകൾ ചോര ഒലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ആളുകൾ ഇന്റർനെറ്റ് സാക്ഷരതയുള്ള കാലഘട്ടത്തിൽ ഇത് ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന അജണ്ട വെച്ചിട്ടുള്ള നാരേറ്റീവ് കൊണ്ടല്ല ആളുകൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.